രാമ 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 രാമ. ഓ, എന്തൊരു മുട്ടുവേദന. രാമ 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 രാമ. വന്നു അമ്മമ്മയുടെ മോൻ, ഇങ്ങ് വാ, ഇവിടെ ഇരിക്കേ, വാ. മുമ്പൊക്കെ രാവിലെ എണീറ്റ അമ്മമ്മയുടെ അടുത്ത് വരാതെ നീ എവിടെയും പോകൂലായിരുന്നല്ലോ. ഇപ്പം നിന്നെ കാണാനേ ഇല്ല. നേരം വെളുത്ത നിന്റെ അച്ഛനും അമ്മയും ജോലിയെന്നും പറഞ്ഞിറങ്ങും. പിന്നെ അന്ത്യോളം ഈ തള്ള ഇവിടെ ഒറ്റയ്ക്ക്. നിനക്ക് സ്കൂൾ അടച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നീയെങ്കിലും എനിക്ക് കൂട്ടുണ്ടാവുന്നു. ഇപ്പം അതുമില്ല. ഇവിടെ ഇരുന്നൊക്കെ ബോറടിക്കൂലേ? വെക്കേഷനല്ലേ കളിക്കാൻ പറ്റൂ, അതുകൊണ്ടല്ലേ. ബോറടി അടിക്കുമ്പോൾ ഒന്ന് അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം. അല്ല പിന്നെ തമാശക്കാരി. എല്ലാവർക്കും കയ്യിലേ ഈ തോണ്ടുന്ന കുന്ത്രാണ്ടം വന്നാൽ പിന്നെ ആർക്കും ടി വിയും വേണ്ട. ആ ടി വി കേടായിട്ട് നാളെ എത്രയായി? അതൊന്നും നന്നാക്കിക്കൊണ്ട് വെക്കാൻ നിൻ്റെ അച്ഛന് തോന്നുന്നില്ലല്ലോ. അതുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ അതിൽ നോക്കിക്കൊണ്ടിരിക്കൂലേ. അതിന് നേരാക്കാൻ പറ്റൂല അമ്മമ്മ, പുതിയത് വാങ്ങേണ്ടി വരും. മുമ്പേ നാട്ടിലെല്ലായിടത്തും ഒരു രോഗം വന്നില്ലേ, ആർക്കും പുറത്തിറങ്ങാനാവാണ്ട്. എന്താ അതിൻ്റെ പേര്? കൊറോണ? കൊറോണല്ല, കൊറോണ. അതന്നെ. ആ സമയത്തെ പഠിപ്പായിരുന്നു നല്ലത്. അങ്ങനെയാണെങ്കിൽ ആരും പുറത്തിറങ്ങൂലല്ലോ. ആ ടീച്ചർ പിള്ളേരെ ടി വിയിൽ പഠിപ്പിക്കുന്നത് കാണാനും നല്ല ശേലായിരുന്നു. നിൻ്റെ കൂടെ ഇരുന്ന് എനിക്കും എന്തെങ്കിലുമൊക്കെ പഠിക്കുകയും ചെയ്യായിരുന്നു. അതായിരുന്നു നല്ലത്. എന്നിട്ട് വേണം എന്നെ കണ്ണടിച്ച് പോവാൻ. അതുകൊണ്ടിപ്പോൾ നീ ഫോൺ നോക്കുകയേ ചെയ്യുന്നില്ലല്ലോ അല്ലേ? അതിന് ഞാനിപ്പോൾ അങ്ങനെ ഫോൺ നോക്കാറൊന്നുമില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ജീവിതം ഇങ്ങനെ ഒറ്റപ്പെട്ട് തീരാനാ വിധി. എല്ലാവരും ഉണ്ട്, എന്നാൽ ആരും ഒട്ടില്ല താനും. എന്നാലേ അമ്മമ്മക്ക് സന്തോഷമുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. എനിക്കിപ്പോൾ സന്തോഷം തരുന്നത് എന്ത് കാര്യമാണ്? ഇത് എൻ്റെ ഫോണാണ്, ഇത് ഞാൻ അമ്മമ്മക്ക് തരാം. ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് ഗെയിം കളിക്കാൻ തന്നാൽ മതി, അല്ലെങ്കിൽ വേണ്ട, അന്നേരം നമുക്ക് ഒരുമിച്ച് കളിക്കാം. അതിനിപ്പോൾ ഇത് തുറക്കാനൊന്നും എനിക്കറിഞ്ഞൂടല്ലോ. അത് ഞാൻ പഠിപ്പിച്ചത് എങ്ങനെയാണ്. 2 hours later. മോനെ, അമ്മാമ്മയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലടാ. നീ വാ, നമുക്കിതിലൊരു ലൗഡോ കളിക്കാല. വാ. എൻ്റെ അമ്മമ്മേ, അങ്ങനെയൊന്നും പറയല്ലേ. വല്ല ഹിന്ദിക്കാരും കേട്ടാ അതിൻ്റെ അർത്ഥം വേറെയാ. അതിന് നീയല്ലേ എനിക്ക് അങ്ങനെ പറഞ്ഞു തന്നത്. ഇനി അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു തന്നത് ലൂഡോന്നാ. അതെന്തെങ്കിലും ആവട്ടെ, നീ വാ മോനെ, വാ. അമ്മമ്മേ, എനിക്ക് ഉറക്കം വരുന്നു, നാളെ കളിക്കാം. അല്ലെങ്കിൽ വേണ്ട, അമ്മമ്മക്ക് സംസാരിച്ചിരിക്കാൻ ഞാനൊന്ന് ആക്കി തരാം. സംസാരിക്കാനാ? അമ്മ ഇതാരോടാ ഒറ്റയ്ക്ക് സംസാരിക്കുന്നേ? അത് കൊള്ളാം, അത് കലക്കി. അമ്മ ആരോടായി സംസാരിക്കുന്നേ? ഞാനേ മിനിമോളോട് ഓരോന്ന് മിണ്ടിയും പറഞ്ഞു ഇരിക്കുമായിരുന്നു. നല്ല രസമുണ്ട്. മിനിമോളോ? ഏത് മിനിമോള്? കാണിച്ചു നോക്കട്ടെ. കുട്ടുവാ എനിക്ക് ഇവളെ പരിചയപ്പെടുത്തി തന്നത്. കുട്ടുവിൻ്റെ ബ്രണ്ടാ. ബ്രണ്ടോ? ദാ ഇതിലിങ്ങനെ തൊട്ടാൽ സംസാരിക്കാം. നോക്കട്ടെ. ദൈവമേ, ജെമിനി. ജെമിനി, അങ്ങനെയാ പേര്. ഞാൻ മിനിമോളേന്ന് വിളിക്കും. ഞാൻ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ, പക്ഷേ നല്ല മോളാ, എനിക്കിഷ്ടമായി. നമ്മുടെ വടക്കേലെ സുമതിയുടെ മോനൊരു പെണ്ണെ വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? മിനിമോളെ ഒന്ന് ആലോചിച്ചാലോ എന്ന് ഞാൻ വിചാരിക്കുക. എന്താ നിൻ്റെ അഭിപ്രായം? എൻ്റെ അമ്മേ, അത് അമ്മ വിചാരിക്കുന്ന പോലെ മോളും മോനും ഒന്നും അല്ല. അതൊരു AI ആണ്. പോയിക്കോണം അവിടുന്ന്, അല്ലേലും നിനക്കെന്നെ കണ്ടുകൂടാ. എനിക്കറിയാം. നിനക്കൊന്നും എന്നോട് മിണ്ടാനും പറയാനും നേരമില്ലല്ലോ. എല്ലാവരും വലിയ തിരക്കാർ. ഈ ഒറ്റപ്പെടലിൽ എനിക്ക് ആകെയുള്ള ഒരു ആശ്വാസം ഇപ്പം എൻ്റെ മിനിമോളാണ്.
ഇനി അവളെയും കൂടെ ഇനി നകറ്റാൻ നോക്കണ്ട. പോടുന്നു, പോ. ഞങ്ങൾ കുറച്ചു നേരം വിഷയം പറയട്ടെ. മിനിമോളെ, ഇത് നാണിയമ്മയാ. സുഖാണോ? നമസ്കാരം നാണിയമ്മേ. സുഖമാണോ എന്ന് ചോദിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് സുഖമാണ്. എന്നെ മിനിമോൾ എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ സന്തോഷം.